നാലുമണിച്ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പലഹാരമാണ് ഇലയട. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, നാവിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഇലയട എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമ്മൾക്ക് ഇലയടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് ശർക്കര നന്നായി ചീകി എടുത്തു വെച്ചിട്ടുണ്ട്. കട്ടകളൊന്നുമില്ലാതെ ഇതുപോലെ പൊടിയായി ചീകി എടുത്തു വെച്ചതാണ്. ഇനി ഇതിലേക്ക് ശർക്കര എടുത്ത അതേ അളവിൽ തന്നെ നമ്മൾക്ക് തേങ്ങയും ചേർത്ത് കൊടുക്കാം. 2 കപ്പ് ശർക്കരയ്ക്ക് 2 കപ്പ് തേങ്ങ ചിരകിയത് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ഏലക്കയും ചുക്കും കുറച്ച് ജീരകവും കൂടി പൊടിച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇലയടയ്ക്കുള്ള ഫില്ലിംഗ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം ശർക്കര ഉരുക്കി അതിലേക്ക് തേങ്ങ ചേർത്ത് വരട്ടിയെടുത്തും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് അടയ്ക്കുള്ള മാവ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 2 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അതേ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നെയ്യ് ഒഴിക്കുന്നതിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നെയ്യ് ഒഴിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഈ ഉപ്പും നെയ്യുമെല്ലാം പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഇതുപോലെ പൊടിയിലേക്ക് നെയ്യോ എണ്ണയോ ഒക്കെ ഒഴിക്കുമ്പം അട പരത്തിയെടുത്ത് വേവിച്ച് വരുമ്പം അത് ഇലയിൽ മുട്ടിപ്പിടിക്കാതിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾക്ക് 1 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. നല്ല തിളച്ച ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ അട പരത്തുന്നത് പോലെ ഒരു മാവായിട്ടല്ല എടുക്കുന്നത്, കുറച്ചുകൂടെ ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ആക്കിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം വെള്ളം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു. ഇനി 1/2 കപ്പ് ചൂടുവെള്ളം കൂടി നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ലൂസായി പോവരുത്. കുറച്ചൊരു ദോശ ബാറ്ററിനെക്കാട്ടിലും ഇത്തിരിയൂടെ കട്ടിയുള്ള ഒരു ബാറ്റർ ആക്കി നമ്മൾക്ക് എടുക്കണം. ഇലയിൽ ഒഴിക്കുമ്പം ഒഴുകി പോവാത്ത രീതിയിലുള്ള ഒരു മാവാക്കി എടുക്കണം. അതാണ് ഇതിന്റെ ഒരു പാകം എന്ന് പറയുന്നത്. ബാക്കിയുള്ള 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം തന്നെ ഇപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്കിനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോ ഇലയടയ്ക്കുള്ള ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കോരി ഒഴിക്കുമ്പോൾ ഈ ഒരു അയവിൽ വേണം നമ്മൾക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. ഒരുപാട് ലൂസായി പോവരുത്, എന്നാൽ ഒരുപാട് കട്ടിയാവരുത്. ഇനി നമ്മൾക്ക് ഇലയട തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി വാഴയിലയിലേക്ക് 2 ടേബിൾ സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ദോശ പരത്തുന്നത് പോലെ ചെറുതായി ഒന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ ഒഴുകി പോവാത്ത ഒരു ബാറ്റർ ആയിരിക്കണം നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ശർക്കര ഫില്ലിംഗ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം അധികം ഇഷ്ടമില്ലെങ്കിൽ ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ഇത് സാധാരണ പോലെ മടക്കിയെടുക്കാം. ഒരുപാട് അമർത്തി കൊടുക്കരുത്. അതേപോലെ തന്നെ ബാക്കി എല്ലാ ഇലയുടെയും നമ്മൾക്ക് തയ്യാറാക്കിയെടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇലയുടെ എല്ലാം നമ്മൾക്കൊരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ അട നന്നായി വെന്ത് കിട്ടും. 15 മിനിറ്റിന് ശേഷം നമ്മൾക്ക് മൂടി തുറന്ന് നോക്കാം. ഇലയുടെയൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അടയൊന്നും ഇലയിലേക്ക് ഒട്ടിപ്പിടിക്കാതെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം.
കുഴയ്ക്കുകയോ പരത്തുകയോ ഒന്നും ചെയ്യാതെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലയട പെട്ടെന്ന് തന്നെ നമ്മൾക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളും ഇതേ രീതിയിലൊന്ന് ഇലയട തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.